നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം. ഇലക്ട്രിഫിക്കേഷൻ രംഗത്ത് നിർണായകമായ പങ്കുവഹിക്കുന്ന കമ്പനിയാണ് ശിവാലിക് ബൈമെറ്റൽ കൺട്രോൾസ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഓഹരി വിലയിൽ 57% കുതിച്ചുചാട്ടമാണ് കണ്ടത്. പ്രസിഷൻ രംഗത്ത് തങ്ങളുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞ കമ്പനി ഇപ്പോൾ ഉൽപ്പന്ന നിലവാരത്തിലും സ്കെയിലബിലിറ്റി, സ്ഥിരത, മൂലധന അച്ചടക്കം എന്നിവ പരീക്ഷിക്കപ്പെടുന്ന പുതിയൊരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ദീർഘകാലമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ ബിസിനസിന് ജനപ്രീതിയും വർദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഓഹരി വിലയുടെ പ്രകടനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എങ്കിലും വരും കാലങ്ങളിൽ തങ്ങളുടെ കാര്യക്ഷമത ചോരാതെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശിവാലിക്കിന് കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഓഹരിയുടെ ഭാവി. ഇലക്ട്രിക് വാഹനങ്ങൾ, സ്മാർട്ട് മീറ്ററുകൾ, സ്വിച്ച് ഗിയറുകൾ തുടങ്ങിയ വലിയ ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന തെർമോസ്റ്റാറ്റിക് ബൈമെറ്റലുകളും ഷണ്ട് റെസിസ്റ്ററുകളുമാണ് ശിവാലിക് നിർമ്മിക്കുന്നത്. വലുപ്പത്തിൽ ചെറുതാണെങ്കിലും സിസ്റ്റത്തിന്റെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ അതീവ നിർണായകമായ പങ്കാണ് ഈ ഘടകങ്ങൾ വഹിക്കുന്നത്. കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ അത്യന്തം ശക്തമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വരുമാനം 22%, ലാഭം 42%-ലധികം വളർന്നു. 25.6% ROCE, 20.6% ROE എന്നിങ്ങനെ മികച്ച റിട്ടേൺ റേഷ്യോകൾ നിലനിർത്തുന്ന കമ്പനി കുറഞ്ഞ കടബാധ്യതയും ശക്തമായ പണമൊഴുക്കും വഴി തങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫണ്ട് സ്വന്തമായി കണ്ടെത്തുന്നുണ്ട്. ചുരുക്കത്തിൽ കൃത്യമായ ആസൂത്രണത്തിലൂടെ വിജയിച്ച ഒരു ബിസിനസ് മോഡലാണ് ശിവാലിക്കിന്റേതെങ്കിലും നിലവിലെ ഉയർന്ന ഓഹരി വില ഭാവിയിലെ വളർച്ചാ സാധ്യതകളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നതാണ് ഇനി നിക്ഷേപകർ ഉറ്റുനോക്കേണ്ടത്. ശിവാലിക്കിന്റെ ഇതുവരെയുള്ള വളർച്ച തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ഇലക്ട്രിഫിക്കേഷൻ പോലുള്ള അനുകൂല വിപണി സാഹചര്യങ്ങളിലൂടെയും ഉണ്ടായതാണെങ്കിലും കമ്പനി ഇപ്പോൾ അല്പം മന്ദത അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ പാദവാർഷിക വരുമാനം 123 കോടി മുതൽ 137 കോടി രൂപ എന്ന പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നത് ബിസിനസ് അടുത്ത ഘട്ടത്തിലേക്ക് മാറാനുള്ള വേഗത കൈവരിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണ്. പ്രവർത്തന ലാഭത്തിലും മാർജിനുകളിലും നേരിയ പുരോഗതി ദൃശ്യമാണെങ്കിലും വിപണി പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടം നിലവിൽ കാണാനില്ല. പുതിയ മത്സരാർത്ഥികൾക്ക് കടന്നുവരാൻ പ്രയാസമുള്ള സുരക്ഷിതമായ ഒരു മേഖലയിലാണ് കമ്പനി പ്രവർത്തിക്കുന്നതെങ്കിലും നിലവിലെ ഉയർന്ന വാല്യുവേഷൻ നിലനിർത്തണമെങ്കിൽ വരും പാദങ്ങളിലെ വരുമാനത്തിലും ലാഭത്തിലും വലിയ തോതിലുള്ള വർധനവ് അനിവാര്യമാണ്. ചുരുക്കത്തിൽ ബിസിനസ് സുസ്ഥിരമാണെങ്കിലും വിപണിയുടെ ഉയർന്ന പ്രതീക്ഷകൾക്കൊപ്പം എത്താൻ കമ്പനി ഇനിയും കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്. ശിവാലിക്കിന്റെ ബിസിനസ് മോഡൽ ശക്തമായ റിസലൻസ് കാണിക്കുന്നുണ്ട്. വടക്കേ അമേരിക്കയിലെ ഇലക്ട്രിക് വാഹന വിപണിയിലെ മാന്ദ്യം പോലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും മാർജിൻ 22%-ന് മുകളിൽ നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചു. വില നിർണയത്തിലെ അച്ചടക്കവും വിപണിയിലെ കരുത്തുറ്റ സ്ഥാനവുമാണ് ഇതിന് സഹായിക്കുന്നത്. എന്നിരുന്നാലും സ്വിച്ച് ഗിയർ വിപണിയെ മാത്രം ആശ്രയിച്ചുള്ള ആഭ്യന്തര ഡിമാൻഡും കയറ്റുമതിയിലെ തീരുവകളും കമ്പനിയുടെ വളർച്ചയ്ക്ക് ഒരു പരിധി നിശ്ചയിക്കുന്നുണ്ട്. ഈ പരിമിതികൾ മറികടക്കാൻ വെറും ഘടകങ്ങൾ വിതരണം ചെയ്യുന്നതിന് പകരം കൂടുതൽ സങ്കീർണമായ ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻസ് നൽകാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. നിലവിലെ ബിസിനസ് അതിന്റെ പരമാവധി ശേഷിയിൽ എത്തി നിൽക്കുന്നതിനാൽ വരും വർഷങ്ങളിൽ ഒരു വലിയ കുതിച്ചുചാട്ടം സാധ്യമാവണമെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്കുള്ള ഈ മാറ്റം അത്യന്താപേക്ഷിതമാണ്. ശിവാലിക് ബൈമെറ്റൽസ് വെറും ഒരു ഘടക ഭാഗ നിർമ്മാതാവ് എന്ന നിലയിൽ നിന്ന് സങ്കീർണമായ സൊല്യൂഷനുകൾ നൽകുന്ന കമ്പനിയായി മാറാനുള്ള ശ്രമത്തിലാണ്. ഇതിന്റെ ഭാഗമായി PCB മൗണ്ടഡ് കറന്റ് സെൻസറുകൾ, ബസ് ബാറുകൾ, കണക്ടറുകൾ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ ഫോർവേഡ് ഇന്റഗ്രേഷൻ വഴി ഓരോ യൂണിറ്റിൽ നിന്നുമുള്ള ലാഭം വർദ്ധിപ്പിക്കാനും 2027 സാമ്പത്തിക വർഷത്തോടെ പ്രതിവർഷം 150 കോടിയുടെ അധിക വരുമാനം നേടാനുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിനായി പൂനെയിൽ പുതിയ ഫാക്ടറി സ്ഥാപിക്കുന്നതടക്കമുള്ള 20 കോടിയുടെ നിക്ഷേപ പദ്ധതികൾ കമ്പനി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആഗോള വിപണിയിലെ ഇറക്കുമതി തീരുവകൾ കമ്പനിയെ കൂടുതൽ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ പുതിയ തന്ത്രങ്ങൾ 2027ഓടെ കമ്പനിയെ ഒരു പുതിയ വളർച്ചാ ഘട്ടത്തിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാമെങ്കിലും നിലവിലെ ഉയർന്ന ഓഹരി വിലയെ ഇത് എത്രത്തോളം ന്യായീകരിക്കുന്നുവെന്ന് വരും പാദങ്ങളിലെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി മാത്രമേ വിലയിരുത്താൻ സാധിക്കൂ. ശിവാലിക് ബൈമെറ്റൽസ് ഒരു സുരക്ഷിതമായ നീഷ് പ്ലെയറിൽ നിന്ന് വലിയൊരു വിപണി ശക്തിയാകാനുള്ള സുപ്രധാനമായ പരിവർത്തന ഘട്ടത്തിലാണ്. ഓഹരി വില ഉയർന്ന നിലവാരത്തിൽ നിൽക്കുമ്പോഴും പ്രൊമോട്ടർമാർ വിപണിയിൽ നിന്ന് ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നത് കമ്പനിയുടെ ഭാവിയിലുള്ള അവരുടെ ഉറച്ച വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും വരുമാനത്തിന്റെ 37 ടൈംസ് എന്ന ഉയർന്ന മൂല്യനിർണ്ണയത്തിൽ വ്യാപാരം ചെയ്യുന്നതിനാൽ കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും ഓഹരി വിലയെ സാരമായി തന്നെ ബാധിച്ചേക്കാം. വരും കാലങ്ങളിൽ പുതിയ അസംബ്ലി ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വരുമാന വർധനവും കയറ്റുമതിയിലെ സ്ഥിരതയും നിലവിലെ ഉയർന്ന റിട്ടേൺ റേഷ്യോകൾ കാത്തു സൂക്ഷിക്കുന്നതും കമ്പനിക്ക് നിർണായകമാണ്. ചുരുക്കത്തിൽ വലിപ്പം കൂടുമ്പോഴും ഒരു ചെറിയ കമ്പനി ആയിരുന്നപ്പോൾ പുലർത്തിയിരുന്ന അതേ കാര്യക്ഷമതയും ലാഭക്ഷമതയും നിലനിർത്താൻ ശിവാലിക്കിന് കഴിയുമോ എന്നതിലാണ് നിക്ഷേപകരുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്.